ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്ന തണ്ണീർബാവി ബീച്ചിലേക്കാണ്. അവിടെ ഇൻ്റർനാഷണൽ കൈറ്റ് ഫെസ്റ്റിവൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ജാനുവരി 17, 18 തീയതികളിൽ വൈകിട്ട് 3 മണി തൊട്ട് 7 മണി വരെയാണ് ബീച്ചിൽ കൈറ്റ് ഫെസ്റ്റിവൽ നടക്കുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ വീട്ടിൽ നിന്ന് തണ്ണീർബാവി ബീച്ചിലേക്ക് ഏകദേശം ഒരു 15 കിലോമീറ്റർ ഉണ്ട്. നമ്മളിപ്പോൾ ഓൾമോസ്റ്റ് എത്താറായി. ഇനി ഒരു 2 കിലോമീറ്ററും കൂടിയേ ഉള്ളൂ. നല്ല ട്രാഫിക് ഉണ്ട്. ഇപ്പം നിങ്ങൾ മാപ്പിൽ കണ്ടോ, ഇനി 1.8 കിലോമീറ്ററേ ഉള്ളൂ ബീച്ചിലേക്ക്. പക്ഷേ നല്ല ഹെവി ട്രാഫിക്കാണ്. വളരെ സ്ലോ ആയിട്ടാണ് കാറ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്തവണത്തത് 8th ഇൻ്റർനാഷണൽ കൈറ്റ് ഫെസ്റ്റിവലാണ്. ഇനി ഇവിടുന്ന് ഒരു 800 മീറ്റേഴ്സും കൂടിയുണ്ട് ബീച്ചിലേക്ക്. പക്ഷേ ബാരിക്കേഡ് വെച്ച് അവർ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. എന്നിട്ട് നമുക്ക് വേറൊരു റോഡിലേക്ക് കൂടെ ഡൈവേർഷൻ തന്നിട്ടുണ്ട്. ഒരു ഗ്രൗണ്ടിൽ പാർക്ക് ചെയ്യാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അവിടുന്ന് നമുക്ക് പാർക്ക് ചെയ്ത് വീണ്ടും നടന്ന് ബീച്ചിലോട്ട് പോകണം. അങ്ങനെ നമ്മൾ ഡൈവേർട്ട് ചെയ്ത് വിട്ട റോഡിലേക്ക് കൂടെ കയറി. ഇതൊരു റെസിഡൻഷ്യൽ ഏരിയ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ ഒരു വലിയ ഗ്രൗണ്ട് ഉണ്ട്. ഇവിടുത്തെ റെസിഡൻസൊക്കെ ക്രിക്കറ്റ് മാച്ചൊക്കെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരുപാട് കാർസ് ഉണ്ട് ഇങ്ങനെ ക്യൂവിൽ. നമുക്ക് എവിടെയെങ്കിലും കാറൊന്ന് പാർക്ക് ചെയ്യാം. അങ്ങനെ ഇതാ നമ്മൾ കാർ പാർക്ക് ചെയ്തു. ഇനിയാണ് കോമഡി. എല്ലാവരും കൂടെ ഒരുമിച്ചാണ് നടന്നുകൊണ്ട് പോകുന്നത്. ഇവിടെയൊക്കെ കണ്ടോ, എല്ലാവരും ഇങ്ങനെ ഗ്രൗണ്ടിൽ കാറൊക്കെ പാർക്ക് ചെയ്ത് ഒരു ഉത്സവം മാതിരി എല്ലാവരും ഒരുമിച്ചാണ് പോകുന്നത്. കാഴ്ചകളൊക്കെ ഇങ്ങനെ കണ്ട് സംസാരിച്ചുകൊണ്ട് നല്ല രസമായിരുന്നു. ഈ വീട് കണ്ടോ, നല്ല രസമല്ലേ കാണാൻ വേണ്ടി. അങ്ങനെ ഇതാ നമ്മൾ ബീച്ചിലേക്ക് എത്തി. പാർക്കിലേക്കല്ല, ബീച്ചിലേക്ക് എത്തി. ബീച്ച് ശരിക്കും ഒരു വൈബല്ലേ അല്ലേ? എനിക്ക് ബീച്ചിലൊക്കെ പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ കൈറ്റ് ഫെസ്റ്റിവലിൻ്റെ ഒന്നും പറയാനില്ല. ആകാശത്ത് മൊത്തം കൈറ്റ്സാണ്. പക്ഷേ ഈ ബീച്ചിലല്ല മെയിനായിട്ട് കൈറ്റ് ഫെസ്റ്റിവൽ നടക്കുന്നത്. ഇവിടുന്ന് 1 കിലോമീറ്റർ അപ്പുറത്തോട്ടുള്ള ബീച്ചിലാണ് ഈ പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. കൈറ്റ് ഫെസ്റ്റിവൽ ഉണ്ട്, ബീച്ച് ഫെസ്റ്റിവൽ, ഫുഡ് സ്റ്റോൾസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു മ്യൂസിക്കൽ നൈറ്റും കൂടി ഉണ്ട്. ബീച്ച് ഫെസ്റ്റിവൽ കാണാൻ വന്നവരൊക്കെ ബീച്ചിലേക്കൂടെ നടന്ന് മറ്റേ ബീച്ചിലേക്ക് പോവുകയാണ്. ഇവിടെ പിന്നെ സാധാരണ ബീച്ച് കാണാൻ വന്നവരാണ്. അപ്പോൾ അവരിവിടെ ചില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് കൈറ്റ്സ് ഇവിടെയും ഉണ്ട്. ചെറിയ മക്കളൊക്കെ കൈറ്റ്സൊക്കെ ഫ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ടോ, ഒരു ബേർഡിൻ്റെ ഷേപ്പിലുള്ള ഒരു കൈറ്റ്. അതുപോലെ തന്നെ വെള്ളത്തിലൊക്കെ പോയി ആൾക്കാർ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്കെന്തായാലും മറ്റേ ബീച്ചിലോട്ട് നടന്നിട്ട് പോവാം. നടക്കാൻ പറ്റാത്തവർക്കായി ഇവിടെ 2-3 കാർസ് ഇങ്ങനെ പിക്ക് ആൻഡ് ഡ്രോപ്പ് സർവീസ് നടത്തുന്നതായിട്ട് നമ്മൾ കണ്ടു. പക്ഷെ നമ്മൾ നടന്നുകൊണ്ട് തന്നെയാണ് പോയത്. ആ മണലിൽ നിങ്ങൾ കണ്ടായിരുന്നു പിയും എസ്സും ഒക്കെ ഒരു ഹാർട്ടൊക്കെ വരച്ച് വെച്ചിരിക്കുകയാണ്. നമ്മൾ വരച്ചതല്ല, പക്ഷേ നമ്മളത് പ്രശാന്തൻ സ്മിത്താന്നൊക്കെ ആയിട്ട് അങ്ങ് വായിച്ചു. ഓക്കെ, അപ്പം നമ്മളങ്ങനെ സംസാരിച്ചുകൊണ്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അക്കുട്ടനും ഹസ്ബൻഡും കൂടെ വെള്ളത്തിലൊക്കെ ഒന്ന് ഇറങ്ങി. അപ്പോൾ സൺസെറ്റിൻ്റെ ടൈമും കൂടി ആയതുകൊണ്ട് നല്ല കാഴ്ചയായിരുന്നു, നല്ല വ്യൂ ആയിരുന്നു. ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു ഫീലിംഗ് ആയിരുന്നു അവിടെ. ഇത് കണ്ടോ, കടൽ തീരത്ത് ക്രിക്കറ്റൊക്കെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ബീച്ചിൻ്റെ സൈഡിലേക്കൂടെ ഇങ്ങനെ നടക്കുമ്പോൾ നമ്മൾ ഒട്ടും ടയേർഡായില്ല. 1 കിലോമീറ്റർ നമ്മൾ നടന്ന് എത്തിയെന്ന് തന്നെ നമുക്ക് അത് മനസ്സിലായില്ല. ഈവൻ മോന് പോലും ഒട്ടും അവൻ ടയേർഡായില്ല. അപ്പോൾ നമ്മൾ മറ്റേ ബീച്ചിലേക്ക് എത്തും തോറും കണ്ടോ, സ്കൈയിൽ ഫുൾ കൈറ്റ്സാണ്. എന്തൊരു വ്യൂ ആണല്ലേ. ഈ ബീച്ച് നല്ല രീതിയിൽ ക്രൗഡഡ് ആണ്. ഒരുപാട് ആൾക്കാരുണ്ട്. അക്കുട്ടൻ്റെ ആദ്യത്തെ എക്സ്പീരിയൻസ് ആയതുകൊണ്ട് തന്നെ അവൻ വളരെ എക്സൈറ്റഡ് ആയിരുന്നു.
അപ്പോൾ ഈ കാണുന്ന സ്റ്റേജിലാണ് മ്യൂസിക്കൽ നൈറ്റ് നടക്കാൻ വേണ്ടി പോകുന്നത്. ഒരു 7 o'clock ആകുമ്പോൾ കൈറ്റ് ഫെസ്റ്റിവലൊക്കെ തീരും. പിന്നെ അങ്ങോട്ട് മ്യൂസിക്കൽ നൈറ്റ് ആൻഡ് DJ ആണ്. ഞങ്ങൾ കൈറ്റ് ഫ്ലൈ ചെയ്യാനൊന്നും പോയില്ല. പക്ഷേ ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മൾ വേറൊരു ലോകത്തിലായി പോവും. അത്രയും ഭംഗിയാണ് ഇവിടുത്തെ ഈ കാഴ്ചകളും അതുപോലെ തന്നെ ഈ പ്രത്യേകമായിട്ടുള്ള ഒരു ഫീലിങ്ങും വൈബും ഒക്കെ. ഇവിടെ 2-3 മണിക്കൂർ സ്പെൻഡ് ചെയ്തു. പക്ഷേ സമയം പോയത് ഒട്ടും നമ്മൾ അറിഞ്ഞില്ല. അങ്ങനെ സൺസെറ്റ് ആയി തുടങ്ങി. കണ്ടോ, സ്റ്റേജിൽ DJ സ്റ്റാർട്ടായിട്ടുണ്ട്. DJയും മ്യൂസിക്കൊക്കെ അടിപൊളിയായിരുന്നു. ഞങ്ങൾ ശരിക്കും എൻജോയ് ചെയ്തു. ബീച്ച് ഫെസ്റ്റിവലിൻ്റെ ഭാഗമായിട്ട് അപ്പുറത്തെ സൈഡിൽ ഫുഡ് സ്റ്റോൾസൊക്കെ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് അവിടെ പോയിട്ട് അതൊക്കെ ഒന്ന് കണ്ടു നോക്കാം. ഭയങ്കര റഷായിരുന്നു, നല്ല ക്രൗഡഡ് ആയിട്ടുണ്ടായിരുന്നു ഫുഡ് കോർട്ട്. എന്തായാലും നമ്മൾ മോന് വേണ്ടിയിട്ട് ഒരു പൊട്ടാറ്റോ ട്വിസ്റ്ററും അതുപോലെ തന്നെ ഒരു പ്ലേറ്റ് ഗോബി മഞ്ചൂരിയും കൂടെ വാങ്ങിച്ചു. നമുക്ക് വെള്ളവും ജ്യൂസൊക്കെ വേണമായിരുന്നു, പക്ഷേ അവിടുത്തെ ക്രൗഡിൽ ഒന്നും വാങ്ങിക്കാൻ വേണ്ടി പറ്റിയില്ല. അങ്ങനെ കുറച്ച് മുന്നോട്ട് പോയി വേറെ ഒരു സ്റ്റോളിൽ നിന്നാണ് വെള്ളം വാങ്ങിച്ചത്. DJ കണ്ടോ, അടിപൊളിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും ആൾക്കാർ ബീച്ചിലോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ വെള്ളം ജ്യൂസൊക്കെ വാങ്ങിച്ചു. ഇനി നമ്മൾ പുറത്തേക്ക് പോകുവാണ്. ഈ സൈഡിൽ ഫുള്ള് ജ്യൂസും ഐസ്ക്രീം ഷോപ്സും ഒക്കെ ആയിരുന്നു. തിരിച്ച് നമ്മളിനി നടക്കുന്നില്ല, നല്ല ടയേർഡായിട്ടുണ്ട്. അപ്പോൾ ഇനി ഒരു ഓട്ടോ പിടിച്ചിട്ട് നമുക്ക് കാറിൻ്റെ അടുത്തേക്ക് പോവാം. ഓട്ടോ റൈഡ് നല്ല സുഖമല്ലേ, നമുക്ക് ഓട്ടോയിൽ പോകാൻ നല്ല ഇഷ്ടമാണ്. അങ്ങനെ ഇതാ നമ്മൾ പാർക്കിങ്ങിലേക്ക് എത്തി. ഇത് കണ്ടോ, 2 കുട്ടികൾ. അവർ വീഡിയോ കണ്ടപ്പോൾ എൻ്റെ അടുത്ത് സംസാരിക്കാൻ വേണ്ടി വന്നു. ഞാൻ അവരുടെ പേരൊക്കെ ചോദിച്ചു. നല്ല ക്യൂട്ടാണ് 2 മക്കൾ. ഇപ്പം സമയം 7:30 നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ വേണ്ടി പറ്റും. ഇപ്പോഴും ആൾക്കാർ ബീച്ചിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്, നല്ല ക്രൗഡാണ്. അങ്ങനെ നമ്മൾ കൈറ്റ് ഫെസ്റ്റിവലൊക്കെ കണ്ട് വീട്ടിലേക്ക് തിരിച്ചു പോന്ന്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ചാനലിലൊന്ന് കയറി നോക്കൂ. വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.